സ്കിൻ കെയർ കഴിഞ്ഞപ്പോഴാണ് ഗെറ്റ് റെഡി വിത്ത് മീ എടുത്താലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ നല്ല ഈവനിങ് മെയിൽ അടിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഐലാഷസൊക്കെ ഒന്ന് കേൾ ചെയ്ത് എന്നിട്ട് ഞാനിപ്പോൾ മസ്കാര ഇടാറുള്ളൂ. കാരണം അത് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. നമ്മളിപ്പം കേൾ ചെയ്തിട്ടും കേൾ ചെയ്യാതെ ഇടുമ്പോഴത്തേക്ക് ആ വോളിയത്തിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പം ഞാനങ്ങനെ കണ്ണ് എഴുതാറില്ല. കണ്ണ് എഴുതി കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്. എനിക്ക് തുടച്ച് കളയുമ്പോഴത്തേക്കൊക്കെ ഇല്ലേ എനിക്ക് ഭയങ്കര വേദന എടുക്കും. അത് കാരണം ഞാനിപ്പോൾ കണ്ണങ്ങനെ എന്തെങ്കിലും നമുക്ക് ഫംഗ്ഷനൊക്കെ വരുമ്പോൾ എഴുതുന്നതല്ലാതെ അങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ ഇപ്പം എഴുതുന്നത് കുറവാണ്. ഞാൻ ഐഷാഡോയും മസ്കാരയും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. നല്ല ഷെയ്ഡാണ്. 27 ഒന്നും അല്ല, ഇത് വേറെ ഷെയ്ഡാണ്. അത് ഞാൻ എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടപ്പം രണ്ടിനും ഈ കളറാണ്. ബട്ട് രണ്ടും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു എഫക്റ്റ്, നല്ലൊരു ഫിനിഷിങ് കിട്ടുന്നുണ്ട് നമുക്ക്. ഇത് പിന്നെ സിന്ദൂറാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. നമ്മൾ വെള്ളം യൂസ് ചെയ്ത് കഴിയുമ്പോൾ അങ്ങ് പൊക്കോളും, അല്ലാതെ സ്മഡ്ജ് ആകുക എന്നുള്ള. പിന്നെ ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് അഴിച്ചിട്ട്, ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ച ഫ്രോക്കാണ്. നല്ല ഫ്രോക്കാണ്, ഒരു സ്ലീവ്ലെസ് ഫ്രോക്ക്. അതുകൊണ്ട് ഒരുപാട് ഫ്ലെയറില്ല എങ്കിലും ആവശ്യത്തിനുള്ള ഫ്ലെയറൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ പെർഫ്യൂം ഇല്ലാതെ എനിക്ക് ജീവിക്കാനേ പറ്റില്ല. പിന്നെ ഞാൻ എൻ്റെ വാച്ചൊക്കെ ഇട്ട് അങ്ങനെ ഞാൻ പോയിട്ട് വരാം.